കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വചനം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ പരീക്ഷിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബ് പറയുന്ന കാര്യമാണ്. ഇയ്യോബിന് ചുറ്റും കർത്താവ് ഒരു വലിയ ടീം അതിന് കൊടുത്തായിരുന്നു. വലിയ സംരക്ഷണത്തിലായിരുന്നു ഇയ്യോബ്. പിശാചിന് അറിയാമായിരുന്നു ഇയ്യോബ് ഭയങ്കര സംരക്ഷണത്തിലായിരുന്നുവെന്ന്. ഒരിക്കൽ പിശാച് കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, അവൻ നീതിമാനാണ്, അവന് നീ വലിയ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ നിന്റെ കൂടെ ഇരിക്കുന്നത്. നീ ആ സംരക്ഷണം ഒന്ന് എടുത്തു മാറ്റാമോ? അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാൻ കഴിയും. കർത്താവ് അവനോട് പറഞ്ഞു, ഇതാ, ജീവന്റെ മേലുള്ള അധികാരം നിനക്കില്ല, നിനക്ക് അവനെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു. എന്നാൽ പിശാചി ചെന്ന് അവന് ഇയ്യോബിനുള്ളത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. മക്കൾ, വസ്തുവകകൾ, ഭാര്യയെല്ലാം തള്ളിപ്പറഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, ഇയ്യോബ് പറയുന്ന ഒരു വചനഭാഗം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ പരീക്ഷിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കണ്ടോ, പരീക്ഷയുടെ നടുവിലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വരികയും എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ, എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞ ഒരൊറ്റ വചനമുള്ളൂ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. കാരണം കുടുംബത്തിലെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും ഉപേക്ഷിച്ചു. സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞു, ആ കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് തള്ളിപ്പറഞ്ഞുകൂടെ? ഇത്രയും പരാജയം അനുഭവിച്ചിട്ടും, ഇത്രയും നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും, ഇത്രയും വന്നിട്ട് പോലും ശരീരം മുഴുവൻ വ്രണം വന്നു, പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു, ആരും അടുത്തു വരാത്ത വണ്ണം എല്ലാവരും തള്ളപ്പെട്ട് നിൽക്കുമ്പോഴും ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്ക് എതിര് നിൽക്കുന്നത്? ഈ ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടണം. ശരീരം അത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80, 100 വർഷമോ 110 വർഷമോ ഈ ലോകത്തിലുള്ള ജീവിതമാകാം. അത് വെറൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള ജീവിതം അത് നിത്യമായിരിക്കുന്ന ജീവിതമാ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, എത്ര വലിയ പരീക്ഷ വന്നാലും പരീക്ഷയിൽ നിന്ന് ഒരു പൊന്നുപോലെ ഞാൻ പുറത്തു വരും. പൊന്നുപോലെ പുറത്തു വരുന്ന പ്രത്യേകത എന്താണെന്നോ? പൊന്നു തീയിലിട്ടാൽ അതിന്റെ കീടം പോകും. ഇയ്യോബ് പറയാണ്, എന്റെ കീടം പോയി, പാപം പോയി, ഞാൻ ശുദ്ധിയുള്ളവനായി മാറി. പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കൂടെ ഇന്ന് ജീവിച്ചാൽ നിങ്ങൾ പൊന്നുപോലെ കർത്താവിന്റെ കൂടെയിരിക്കും. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.